അമേരിക്കൻ സെനറ്റിൽ നടന്ന അതീവ നാടകീയമായ ഒരു ഹിയറിംഗിൽ ഇറാനിലെ തന്ത്രപ്രധാന സൈനിക നീക്കങ്ങൾക്കിടയിൽ സാധാരണക്കാരുടെ ജീവനും പൊതു അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഏൽക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് പെന്റഗണിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സെനറ്റർ കിർസ്റ്റൺ ഗില്ലിബ്രാൻഡ് രംഗത്തെത്തി. സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറെ ചോദ്യശരങ്ങളാൽ മൂടിയ സെനറ്റർ ഇറാനിൽ സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള സിവിൽ കേന്ദ്രങ്ങൾ ബോംബാക്രമണത്തിൽ തകർന്നതായുള്ള അന്താരാഷ്ട്ര റിപ്പോർട്ടുകളിൽ സൈന്യം എന്ത് അന്വേഷണമാണ് നടത്തിയതെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടു. പെന്റഗണിന്റെ യുദ്ധതന്ത്രങ്ങളുടെ കൃത്യതയെയും സുതാര്യതയെയും പൂർണ്ണമായി ചോദ്യം ചെയ്യുന്നതായിരുന്നു സെനറ്റിലെ ഈ കടുത്ത വാഗ്വാദം. ഇറാനിൽ അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ 22 സ്കൂളുകളും നിരവധി ആശുപത്രികളും തകർക്കപ്പെട്ടതായി പൊതുരംഗത്ത് ലഭ്യമായ ആധികാരിക റിപ്പോർട്ടുകളെ മുൻനിർത്തിയാണ് ക്രിസ്റ്റൻ ഗില്ലിബ്രാൻഡ് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്ന പെന്റഗണിന്റെ സ്ഥിരം അവകാശവാദങ്ങളെ അവർ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും രോഗികൾ കഴിയുന്ന ആശുപത്രികളും തകർന്നടിയുമ്പോൾ കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് മാത്രമാണ് ബോംബുകൾ വർഷിക്കുന്നതെന്ന സൈന്യത്തിന്റെ വാദത്തിൽ എങ്ങനെ വിശ്വസിക്കുമെന്ന് അവർ അഡ്മിറലിനോട് രൂക്ഷമായ ഭാഷയിൽ ചോദിച്ചു. എന്നാൽ സെനറ്ററുടെ അടുത്ത ആരോപണങ്ങൾക്ക് മുന്നിൽ അതീവ പ്രതിരോധത്തിലായ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുടെ പരിമിത വിവരങ്ങളാണ് പങ്കുവച്ചത്. നിലവിൽ ഒരൊറ്റ സാധാരണക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം മാത്രമാണ് സെന്റകോമിന്റെ പരിഗണനയിലുള്ളതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഇറാനിൽ 22 സ്കൂളുകളും ഒന്നിലധികം ആശുപത്രികളും അമേരിക്കൻ ബോംബാക്രമണത്തിൽ തകർക്കപ്പെട്ടതായുള്ള പൊതു റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാനോ അതിന്മേൽ വിശ്വസനീയമായ തെളിവുകൾ കണ്ടെത്താനോ തങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വാദിച്ചു. അഡ്മിറലിന്റെ ഈ മറുപടി സെനറ്ററെ കൂടുതൽ പ്രകോപിതനാക്കുകയാണ് ചെയ്തത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ഉപഗ്രഹ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ട വിവരങ്ങൾ പരിശോധിക്കാൻ പോലും പെന്റഗൺ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിച്ചു. ആക്രമണത്തിന് മുൻപ് ഇറാനിയൻ അധികൃതർക്കും സാധാരണക്കാർക്കും കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്ന സൈന്യത്തിന്റെ വാദങ്ങളെയും അവർ പൊളിച്ചടുക്കി. മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെങ്കിൽ ഇത്രയധികം സ്കൂളുകളും ആശുപത്രികളും എങ്ങനെയാണ് തകർക്കപ്പെട്ടതെന്നും നിരപരാധികളായ സാധാരണക്കാർ ഇതിന്റെ ഇരകളായി മാറിയത് എങ്ങനെയെന്നും വ്യക്തമാക്കാൻ അവർ ആവശ്യപ്പെട്ടു. യുദ്ധസമയത്ത് പാലിക്കേണ്ട അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെയും ജനീവ കരാറിന്റെയും നഗ്നമായ ലംഘനമാണ് ഇറാനിൽ നടക്കുന്നത് എന്ന സൂചനയാണ് ഈ സെനറ്റ് ചർച്ചകൾ നൽകുന്നത്. സൈനിക താവളങ്ങൾക്ക് സമീപമുള്ള സിവിൽ ഇൻഫ്രാസ്ട്രക്ചറുകളെ ബോംബിട്ട് തകർക്കുന്നത് യുദ്ധക്കുറ്റത്തിന്റെ പരിധിയിൽ വരുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം രാജ്യത്തെ ജനപ്രതിനിധികൾ തന്നെ സൈന്യത്തിന്റെ നയങ്ങളെയും മനുഷ്യത്വരഹിതമായ നീക്കങ്ങളെയും പരസ്യമായി ചോദ്യം ചെയ്യുന്നത് വൈറ്റ് ഹൗസിനും വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും പെന്റഗണിന്റെയും വിവരശേഖരണത്തിലെ വലിയ അപാകതകളിലേക്കാണ് അഡ്മിറൽ കൂപ്പറിന്റെ പ്രസ്താവന വിരൽ ചൂണ്ടുന്നത്. ലോകത്തെ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യ കൈവശമുള്ള ഒരു സൈന്യത്തിന് തങ്ങൾ ബോംബിട്ടത് സ്കൂളുകളിലാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് വിചിത്രമാണെന്ന് സെനറ്റർ ഗില്ലിബ്രാൻഡ് കുറ്റപ്പെടുത്തി. ഒന്നുകിൽ സൈന്യം ബോധപൂർവം യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ആക്രമണങ്ങൾ വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരുവിധ നിയന്ത്രണവുമില്ല എന്ന ഗുരുതരമായ അവസ്ഥയാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇറാൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ആഗോളതലത്തിൽ ലഭിക്കേണ്ട ധാർമ്മിക പിന്തുണയെ ഈ സംഭവം പൂർണ്ണമായി ഇല്ലാതാക്കും. തങ്ങൾ ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും കാവലാളുകളാണെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക മറ്റൊരു രാജ്യത്തെ സ്കൂളുകളും ആശുപത്രികളും ബോംബിട്ട് തകർക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കടുത്ത ഇരട്ടത്താപ്പാണ് പ്രകടമാകുന്നത്. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ആഗോള ശക്തികൾ ഈ സെനറ്റ് രേഖകൾ ഉയർത്തിക്കാട്ടി അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ഈ സംഭവം കാരണമാകും. പശ്ചിമേഷ്യയിൽ ഇസ്രയേലുമായി ചേർന്ന് അമേരിക്ക നടത്തുന്ന സംയുക്ത സൈനിക നീക്കങ്ങളുടെ യഥാർത്ഥ ഭീകരതയാണ് സെനറ്റിനുള്ളിൽ തന്നെ ചർച്ചയായിരിക്കുന്നത്. യുദ്ധത്തിന്റെ ഭീകരത അനുഭവിക്കുന്നത് ഭരണാധികാരികളല്ല, മറിച്ച് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും കുട്ടികളുമാണ് എന്ന യാഥാർത്ഥ്യം ഈ 22 സ്കൂളുകളുടെ തകർച്ചയിലൂടെ വ്യക്തമാകുന്നു. വ്യോമാക്രമണങ്ങളുടെ പേരിൽ നടക്കുന്ന ഇത്തരം മനുഷ്യത്വരഹിതമായ നടപടികൾ അവസാനിപ്പിക്കാൻ അമേരിക്കൻ കോൺഗ്രസ് അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്.
പെന്റഗണിന്റെ ഭാഗത്തു നിന്നും തങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഓരോ സൈനിക നീക്കങ്ങളും ആസൂത്രണം ചെയ്യുന്നതെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സെനറ്റിലെ ചോദ്യം ചെയ്യൽ അവരുടെ പ്രതിരോധ കോട്ടകളെ തകർക്കുന്നതായിരുന്നു. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ കോൺഗ്രസ് സമിതി സൈന്യത്തിനു മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനാണ് സാധ്യത. കേവലം ഒരു അന്വേഷണം കൊണ്ട് മാത്രം ഇത്രയും വലിയൊരു നാശനഷ്ടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പെന്റഗണിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. സാധാരണക്കാരുടെ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനായി ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളുമാണ് ഉപയോഗിക്കുന്നത് എന്ന അമേരിക്കൻ വാദം വെറും കള്ളക്കഥയാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. യുദ്ധഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളും സെനറ്റിലെ വെളിപ്പെടുത്തലുകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇറാനിലെ ജനത അനുഭവിക്കുന്ന കടുത്ത ഭീതിയെയും ദുരിതങ്ങളെയും കുറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിന് യാതൊരുവിധ അനുകമ്പയുമില്ലെന്ന വിമർശനം ആഗോളതലത്തിൽ ശക്തമായി കഴിഞ്ഞു. ഈ സെനറ്റ് ഹിയറിംഗ് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ട്രംപ് ഭരണകൂടത്തിന്റെ പരാജയപ്പെട്ട വിദേശ നയങ്ങളും യുദ്ധക്കൊതിയും പ്രധാന ചർച്ചാ വിഷയമാക്കാൻ പ്രതിപക്ഷം ഇത് ഉപയോഗിക്കും. വിദേശ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ച് യുദ്ധം ചെയ്യുമ്പോൾ അത് വരുത്തിവെക്കുന്ന മാനുഷിക ദുരന്തങ്ങൾ അമേരിക്കൻ ജനതയ്ക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വൻ ശക്തികളുടെ താല്പര്യങ്ങൾക്കായി സ്കൂളുകളും ആശുപത്രികളും തകർക്കപ്പെടുന്നത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ്. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സൈനിക ശക്തി ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തെ അടിച്ചമർത്താൻ നോക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇറാനിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ടും രോഗികളുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ടും നടത്തുന്ന ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. സെനറ്റർ ക്രിസ്റ്റൻ ഗില്ലിബ്രാൻഡ് ഉയർത്തിയ ചോദ്യങ്ങൾ അമേരിക്കൻ സൈനിക നേതൃത്വത്തിന്റെ വായടപ്പിക്കുന്നതായിരുന്നു. തങ്ങൾ ചെയ്ത തെറ്റുകൾ അംഗീകരിക്കാനോ അതിൽ അന്വേഷണം നടത്താനോ പെന്റഗൺ കാണിക്കുന്ന മടി അവരുടെ ഉള്ളിലെ കുറ്റബോധത്തെയാണ് കാണിക്കുന്നത്. ലോകത്തിനു മുൻപിൽ തങ്ങളുടെ തനിനിറം പുറത്തായതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ വാഷിംഗ്ടൺ. സമാധാനപരമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനും മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കാനും അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്.